നമസ്കാരം, എല്ലാവർക്കും ട്രാവൽ വിത്ത് ജ്യോതിഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ തന്നെ മികച്ച 10 മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് കൊല്ലങ്കോട്. പാലക്കാട് ജില്ല സ്ഥിതി ചെയ്യുന്ന കൊല്ലങ്കോടിൻ്റെ മണ്ണിലൂടെയാണ് ഇന്നത്തെ യാത്ര. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. ലാസ്റ്റിൽ ഈ കൊല്ലങ്കോട് ഉള്ളവർ തന്നെ ഈ സഞ്ചാരികളുടെ വാഹനങ്ങളുടെ തിരക്ക് കൊണ്ട് അവർക്ക് അത്യാവശ്യങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യം വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഇവിടെ വന്നതിന് ശേഷമാണ് എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും ഒരു തിരക്ക് വന്നത് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ധാരാളം റീലുകളിൽ കണ്ടിട്ടുള്ള ആ ഒരു വീടും പാടവും ഒക്കെയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. താമരപ്പാടം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഇത്രയും വിസ്മയിപ്പിക്കുന്ന ഭംഗി ഉണ്ടെങ്കിൽ ആരായാലും ഇവിടേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഈ പാടത്തിന് നടുവിലൂടെയുള്ള യാത്ര നമ്മളിനി ചെന്ന് നിൽക്കുന്നത് സീതാർകുണ്ട് വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാനായിട്ടാണ്. ഇവിടെ ധാരാളം പാർക്കിംഗ് ഏരിയകളൊക്കെ, ഇതൊക്കെ പ്രൈവറ്റായിട്ട് ഓരോരുത്തർ ചെയ്യുന്നതാണ്. 50 രൂപയാണ് പാർക്കിങ്ങിൻ്റെ ചാർജ്. വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾ കാണാൻ പോകുന്നതിന് നമ്മൾ ഇനി ഒരു 1/2 കിലോമീറ്ററോളം നടന്നു തന്നെ പോകേണ്ടതുണ്ട്. ഇതൊരു കാട്ടിനുള്ളിൽ തന്നെയാണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. ധാരാളം മുന്നറിയിപ്പ് ബോർഡുകൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ വന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, ചൂട് സമയമായതുകൊണ്ട് വലിയ വെള്ളമൊന്നും ഇവിടെ കാണാനായിട്ട് സാധ്യതയില്ല. പക്ഷേങ്കിൽ നല്ല വെള്ളമുള്ള സമയത്ത് ഇവിടെ കുളിക്കുന്നതൊക്കെ അപകടമാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ബോർഡുകളാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. ഇവിടെ ഇപ്പോൾ വെള്ളം തീരെ കുറവാണ്. എങ്കിൽ പോലും ഈ ഒരു പാറക്കെട്ടുകളുടെയൊക്കെ ഈ ഒരു കാഴ്ച വളരെ മനോഹരമാണ്. നല്ല മഴയുള്ള സമയങ്ങളിൽ ഇവിടെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ വളരെ അപകടം നിറഞ്ഞ രീതിയിലാണ് ഇവിടെ വെള്ളച്ചാട്ടം ഉള്ളത്. ആ സമയത്ത് ഇവിടെ ഗൈഡും ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് ആ സമയങ്ങളിൽ ഇത്രയും ഫ്രീ ആയിട്ടൊന്നും ഇതിനകത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല. സീതാർകുണ്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പല്ലശ്ശേനയിലാണ് കേട്ടോ. ഒരു സിനിമാ ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അതുപോലെ തന്നെ ധാരാളം റീൽസുകളിലും ഈ ഒരു വീടും ഈ പാടവും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. മോക്ഷ സ്റ്റോറീസ് എന്ന് പറഞ്ഞ ടൂർ കമ്പനിയുടെ കീഴിലാണ് ഈ ഒരു കളം അല്ലെങ്കിൽ വീട് ഉള്ളത്. മൻകാവ് കളം എന്നാണ് ഇതിനറിയപ്പെടുന്നത്. ഒരുപാട് വർഷം പഴക്കമുള്ള വീടാണിത്. കൃഷിക്ക് ആവശ്യമായ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുവാനും കൃഷിക്കാർക്ക് വിശ്രമിക്കാനും ഒക്കെ ആയിട്ട് പണ്ട് പാടങ്ങളുടെ നടുവിൽ ഇതുപോലെ ധാരാളം കളങ്ങളൊക്കെ പണിയുമായിരുന്നു. ഇന്ന് ഈ കളം ഹോം സ്റ്റേ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമ്മളിവിടെ വന്ന സമയത്ത് ഇവിടെ ഗസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ഈ കളത്തിനകത്തേക്കൊന്നും കയറി കാണാനായിട്ടൊന്നും പറ്റിയില്ല. അങ്ങനെ രാവിലെ നമ്മൾ തുടങ്ങിയ യാത്ര ഇപ്പോഴും വന്ന് നിൽക്കുന്നത് പല്ലാവൂരിലാണ്. നമ്മൾ ഈ പോകുന്നത് ഒരു സിനിമാ ലൊക്കേഷനിലേക്ക് തന്നെയാണ്. കുഞ്ഞിരാമായണമൊക്കെ സിനിമ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഹൃദയം എന്ന മലയാളം സിനിമ റിലീസായതിനു ശേഷമാണ് ഇവിടേക്ക് ധാരാളമായിട്ട് വിനോദസഞ്ചാരികളൊക്കെ എത്തിത്തുടങ്ങിയത്.
ഈ സ്റ്റെപ്പ് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ, ഹൃദയം സിനിമയിൽ നായകനും നായികയൊക്കെ ഇത് സംസാരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് ഇവിടെ വെച്ചിട്ടാണ്. പിന്നെ ആ ഒരു സമയത്ത് ഇറങ്ങിയ റീലുകളിലൊക്കെ കൂടുതലും ഈ സ്റ്റെപ്പും പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ ഒരു ചെമ്പകത്തിൻ്റെ ഒരു ചെറിയ മരമൊക്കെ ഉണ്ട്, അതുമൊക്കെ ആയിരുന്നു ആ ഒരു സമയത്ത് ഇറങ്ങിയ എല്ലാ ഷോർട്സ് വീഡിയോയിലും നമ്മൾ കണ്ടിരുന്നത്. മലമുകളിലെ മനോഹരമായ ഈ കാഴ്ചകളൊക്കെ മതിവരുവോളം കാണണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരങ്ങളിൽ മാത്രം ഇങ്ങോട്ട് എത്തുക. ഇതിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ നോക്കുമ്പോഴേ 4 പാടും പാടങ്ങളാണ്. പിന്നെ ഈ വൈകുന്നേരങ്ങളിൽ മാത്രം വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ് ദേ നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ക്ഷേത്രത്തിൻ്റെ അവിടേക്ക് ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴാണ് അവിടെ ഒരു ഹനുമാൻ്റെ പാദം എന്ന് പറഞ്ഞിട്ടൊരു ആരോ മാർക്കൊക്കെ ഇട്ടിട്ട് അവിടെ എന്തോ എഴുതി വെച്ചേക്കുന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അതായത് ഈ ഒരു ഹനുമാൻ്റെ ഒരു പാദം പതിഞ്ഞ ഒരു പാറയാണ് ഇതെന്നൊരു വിശ്വാസത്തിൻ്റെ പേരിലാണ് അവരങ്ങനെ അത്രയും ഭാഗം മാർക്ക് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നത്. ഏകദേശം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ നെല്ലിയാമ്പതി മലനിരകളാണ്. അപ്പോഴേ കൊല്ലംകോടിൻ്റെ കാഴ്ചകളൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വാമലയുടെ ഈ മനോഹര കാഴ്ചകളൊക്കെ കാണാനേ വൈകുന്നേരങ്ങളിൽ എത്തുന്നവർ ഈ ഒരു സൂര്യാസ്തമയം കൂടെ കണ്ടിട്ടേ പോകാം കേട്ടോ. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.